മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSEBയുടെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് 2025 മാർച്ചിലെ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം അതിൻ്റെ കുറച്ച് GK പാർട്ടും കൂടെ, കറണ്ട് അഫയേഴ്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് GK കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2025 മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് CSEBക്ക് വേണ്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2023 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി, 2023 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? ഇന്ത്യയാണ്. അന്നേരം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യ. ഓക്കെ, അടുത്ത 2025 മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം അചന്ത ശരത് കമൽ. എന്നിട്ട് നമുക്കിവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ടേബിൾ ടെന്നീസ് ആണ്. ഏതാണ്? ടേബിൾ ടെന്നീസ്. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഇന്ത്യ. 2025 മാർച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം അചന്ത ശരത് കമൽ. നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന GK, അചന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിൾ ടെന്നീസ് താരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥി. എന്നിട്ട് നമുക്ക് കണ്ടിവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ്. GK ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ സമാധാന പുരസ്കാര ജേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വരെയും? കൈലാഷ് സത്യാർത്ഥി എന്ന ഓപ്ഷൻ കണ്ടിരിക്കും. ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ഏതാണ്? ദിയാ സലായ്. എന്താണ്? ദിയാ സലായ് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. അന്നേരം ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേര് ദിയാ സലായ് എന്നാണ്. ഓക്കെ, അടുത്തത് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി നിയമിതയായ ആദ്യ വനിത. ഇതാണ് പ്രാധാന്യം. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി നിയമിതയായ ആദ്യ വനിത. കാരണം മാർപ്പാപ്പയൊക്കെ അന്തരിച്ചു. അന്നേരം ആ ഒരു ടൈമിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായ നിയമിതയായ ആദ്യ വനിത എന്നാണ് ക്വസ്റ്റ്യൻ. പേര് സിസ്റ്റർ റഫേല പെട്രീന. സിസ്റ്റർ റാഫേല എന്നാണ്. സിസ്റ്റർ റാഫേല പെട്രീന. ഓക്കെ, അന്നേരം നമുക്ക് ഈ 4 ക്വസ്റ്റ്യനൂടെ, ഈ പേജിലെ 4 ക്വസ്റ്റ്യനൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യയാണ്. 2025 മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം അചന്ത ശരത് കമൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിന്റെ ആത്മകഥ ദിയാ സലായി എന്നാണ്. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി നിയമിതയായ ആദ്യ വനിതയാണ് ഇത്, സിസ്റ്റർ റാഫേല പെട്രീന. അന്നേരം ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. അന്നേരം കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിന്, അന്നേരം നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ഏതാണ്? കേരളമാണ്. അന്നേരം കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ വിദ്യാബാലനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? വിദ്യാബാലൻ. എന്നിട്ടും GK ക്വസ്റ്റ്യൻ നമുക്ക് അതിനകത്തുണ്ട്. കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്ക്. അന്നേരം ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടാണ്? കേരളം. ആലുവയാണ് ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം. അന്നേരം പ്രോപ്പർ സ്ഥലം ചോദിച്ചാൽ ആലുവയാണ്. നമ്മൾ സംസ്ഥാനമാണെങ്കിൽ ചോദിക്കുന്ന ഏതാണ്? കേരളമാണ് വരുന്നത്. അന്നേരം കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വിദ്യാബാലനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കേരളമല്ലേ ഓർത്തോണം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ KV കുമാരൻ. ആരാണ്? KV കുമാരൻ. അന്നേരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച
പരിഭാഷയ്ക്കുള്ള മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആര് എന്ന് ചോദിച്ച് സാഹിത്യകാരൻ ചോദിച്ചാൽ ആരാണ്? KV കുമാരനാണ്. ഓക്കെ, നെക്സ്റ്റ് 2025 മാർച്ച് 22 ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങൾ. 2025 മാർച്ച് 28 ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മ്യാൻമാർ, തായ്ലൻഡ്. ഡേറ്റ് എടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതിയേ പറ്റത്തുള്ളൂ. 2025 മാർച്ച് 28 ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങളാണ് മ്യാൻമാറും തായ്ലൻഡും. ഓക്കെ, നോക്കിയേ ഈ സെക്ഷൻ 4 ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ആദ്യത്തെ ബി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ വിദ്യാ ബാലൻ. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് KV കുമാരൻ. ഇനി 2025 മാർച്ച് 28 ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങളാണ് മ്യാൻമറും തായ്ലൻഡും. നെക്സ്റ്റ്, ഇനി മ്യാൻമാറിലും തായ്ലൻഡിലും ഭൂകമ്പം ഉണ്ടായതിന്റെ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കുണ്ട്. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിലെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നുള്ളത്. ഓക്കെ, അന്നേരം മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ആ ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഇത് ഓപ്പറേഷൻ ബ്രഹ്മ. ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, ഇന്റർനാഷണൽ IOC എന്ന് ചുരുക്ക പേര് പറയും. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. അതും നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആദ്യ വനിത, പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി, സിംബാബ്വെ. ക്രിസ്റ്റി കോവൻട്രി സിംബാബ്വെയുടെ നീന്തൽ താരമാണ്. അന്നേരം സിംബാബ്വെയുടെ നീന്തൽ താരമായ ക്രിസ്റ്റി കോവൻട്രി ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യ വനിതയാണ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെയാണ്, സിംബാബ്വെയുടെ നീന്തൽ താരമാണ്. പേര് ക്രിസ്റ്റി കോവൻട്രി എന്നാണ്. ആരാണ്? ക്രിസ്റ്റി കോവൻട്രി. ഓക്കെ, ഇനി സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQ എയറിന്, അന്നേരം കമ്പനിയുടെ പേരെന്താണ്? IQ എയറിന്റെ. അന്നേരം സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQ എയറിന്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ഈ 23 22 വായു മലിനീകരണം വെച്ച് സ്ഥാനങ്ങളൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്ക് കൂട്ടുക. എന്താണ്? സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി IQ എയറിന്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഓക്കെ, അതായത് നമുക്ക് ഈ 4 ക്വസ്റ്റിനും കൂടെ 3 ക്വസ്റ്റിനും കൂടെ ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ എന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കോവൻട്രി. അവര് സിംബാബ്വെയുടെ നീന്തൽ താരമാണ്. സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQ എയറിന്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഓക്കെ, നമ്മൾ നേരത്തെ വായു മലിനീകരണത്തിൽ സ്വിസ് എയർ ക്വാളിറ്റി IQ എയറിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 5 എന്ന് പറഞ്ഞില്ലേ? അതിനെ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ. 1 2 3 ക്വസ്റ്റ്യനുകൾ പറഞ്ഞു പോവുകയാണ്. ഏറ്റവും മലിനമായ രാജ്യം, ആ IQ എയറിന്റെ റിപ്പോർട്ട് പ്രകാരം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു IQ എയർ 2024 നമ്മൾ പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ഏതാണ്? ചാടാണ്. ഓക്കെ, എയർ. അതാണ്ട് ഒന്നുകൂടെ നോക്കിയാൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ നമുക്ക് തെറ്റിപ്പോവാൻ. വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? 5. നോക്കി വേണം. വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അതായത്
ഏറ്റവും മലിനമായ രാജ്യം എന്നാണ്. വായു മലിനീകരണം എന്നല്ല ഇവിടെ ക്വസ്റ്റ്യൻ. ഏറ്റവും മലിനമായ രാജ്യം ഏതാണ്? ചാടാണ്. ഏറ്റവും മലിനമായ രാജ്യം ചാട്. രണ്ടാമത്തെ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. മൂന്നാമത്തെ രാജ്യം പാകിസ്ഥാനാണ്. നാലാമത്തെ രാജ്യം കോങ്കോ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ആണ്. അന്നേരം ഈ സ്ഥാനങ്ങൾ ഇത്രയും പറഞ്ഞു പോവുക. ഏറ്റവും മലിനമായ രാജ്യം ചാട്, രണ്ടാമത്തേത് ബംഗ്ലാദേശ്, മൂന്നാമത്തേത് പാകിസ്ഥാൻ, നാലാമത്തേത് കോങ്കോ, ഇന്ത്യ 5ാം സ്ഥാനത്ത്. അന്നേരം ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഐക്യവേറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ചാട്, രണ്ടാമത് ബംഗ്ലാദേശ് ആണ്, മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് കോങ്കോ, ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അതൊക്കെ ഏകദേശം ഒരു 2-3 മാസത്തേക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏപ്രിൽ മെയിലൊക്കെ നടക്കുന്ന പരീക്ഷകളിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഇനി ആദിവാസി വിഭാഗക്കാർക്ക്, അതായത് അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക്, അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ്, അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനംവകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വനാമൃതം. അട്ടപ്പാടി ഓർത്തോണം, പാലക്കാട് ജില്ലയിലാണ്. അത് നമുക്ക് GK ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അന്നേരം നോക്കിയേ, ആദിവാസി വിഭാഗക്കാർക്ക് അട്ടപ്പാടിയിലെ എന്നാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് വനാമൃതം എന്നാണ്. ഓക്കെ, ലോകത്തെ ഏറ്റവും മലിനമായ നഗരം. നമ്മൾ ഇതിന്റെ ബാക്കി റിലേറ്റഡ് പോയിന്റ് ആണ്. നമ്മൾ അന്നത്തെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ അപ്ഡേറ്റ് പോകുന്നതുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കറണ്ട് അഫയേഴ്സ് പുറത്തേക്ക് വന്നത്. അതായത് ലോകത്തെ ഏറ്റവും മലിനമായ നഗരം, രാജ്യം ചാടാണ്. മലിനമായ നഗരം എന്ന് ചോദിച്ചാൽ ബിനർഹി ഹട്ട്. നോക്കണേ, നമ്മുടെ മേഘാലയയിലാണ്, നമ്മുടെ രാജ്യത്താണ് ഏറ്റവും മലിനമായ നഗരം ബിർനി ഹട്ട്. എന്താണ്? ബിർനി ഹട്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ബിർനി ഹട്ട്, മേഘാലയ. ഓക്കെ, ഇനി രണ്ടാമത്തെ നഗരം ന്യൂഡൽഹിയാണ്. അതില് രണ്ടാമത്തെ നഗരം ഏതാണ്? ന്യൂഡൽഹി. ഏറ്റവും മലിനമായ രാജ്യ തലസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹി. വളരെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. ഒന്നുകൂടെ നമുക്ക് ആ മലിനമായ നഗരങ്ങളെയും രാജ്യങ്ങളെയും ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. എയർ ക്വാളിറ്റി, ഐക്യു എയറിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചാട്. അവിടെ രണ്ടാമത് ബംഗ്ലാദേശ്, മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് കോങ്കോ, ഇന്ത്യ 5ാം സ്ഥാനത്ത്. അതിന്റെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് വരുമ്പോൾ ലോകത്തെ ഏറ്റവും മലിനമായ നഗരമായിട്ട് കണക്കൂട്ടുന്നത് ബിർനി ഹട്ട്, മേഘാലയ. മേഘാലയയിലെ ബിർനി ഹട്ടാണ് ഏറ്റവും മലിനമായ നഗരം. അതിൽ രണ്ടാമത്തെ നഗരം ന്യൂഡൽഹിയാണ്. ഏറ്റവും മലിനമായ രാജ്യ തലസ്ഥാനം ചോദിച്ചാലും ന്യൂഡൽഹിയാണ്. അതിനകത്ത് വ്യത്യാസമൊന്നും ഇല്ലാതെ പഠിക്കുക. ഏറ്റവും മലിനമായ രാജ്യ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ന്യൂഡൽഹിയാണ്. ഈ ക്വസ്റ്റ്യനുകൾ ഒന്നുകൂടെ വായിക്കാം. ഐക്യു എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ചാട്, രണ്ടാമത് ബംഗ്ലാദേശ്, മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് കോങ്കോ, ഇന്ത്യ 5ാം സ്ഥാനത്ത്. 25 മാർച്ചിൽ അന്തരിച്ച പ്രശസ്തനായ ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. ആദിവാസി വിഭാഗക്കാർക്ക്, പ്രത്യേകിച്ച് അട്ടപ്പാടിയിലെ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് വനാമൃതം എന്നാണ്. ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ബിർനി ഹട്ട്, മേഘാലയ. രണ്ടാമത്തെ നഗരം ന്യൂഡൽഹി. ഏറ്റവും മലിനമായ രാജ്യ തലസ്ഥാനം എന്നെടുത്ത് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. തെറ്റാതെ പഠിക്കണം. മലിനമായ രാജ്യ തലസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യനുകൾ. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം. നമുക്കൊരു GK ആണ്. രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പലപ്പോഴും എടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ്. അന്നേരം ക്വസ്റ്റ്യൻ GK ഉൾപ്പെടെയാണ് ക്വസ്റ്റ്യൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം 2024-25 നേടിയത് ആരാണ്? വിദർഭയാണ്. അന്നേരം നമുക്ക് ഒരു GK കൂടെ അതിന്റെ കൂടെ പഠിച്ചു പോകാം. വിദർഭയുടെ മൂന്നാമത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം എത്രാമത്തെയാണ്? വിദർഭയുടെ മൂന്നാമത്തതാണ്. അതിൽ റണ്ണേഴ്സ് അപ്പ് നമ്മുടെ കേരളമാണ്. അതൊരു രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം 2024-25 ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? വിദർഭയ്ക്ക്. ആരെ തോൽപ്പിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരെ തോൽപ്പിച്ചാണ്? കേരളത്തെ തോൽപ്പിച്ചാണ്. വിദർഭയുടെ എത്രാമത്തെ കിരീടം എന്ന് ചോദിച്ചാൽ വിദർഭയുടെ മൂന്നാമത്തെ കിരീടമാണ്. അന്ന് 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭ. വിദർഭയുടെ മൂന്നാമത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടമാണ്. റണ്ണേഴ്സ് ഓഫ് കേരളമാണ്. ഇനി 2025 കടമ്പനിട്ട പുരസ്കാര ജേതാവ്
ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഈ പുരസ്കാരങ്ങളെല്ലാം മറ്റേതൊക്കെ നമ്മുടെ വള്ളത്തോളോ മാതൃഭൂമി സാഹിത്യ പുരസ്കാരമോ തകഴി പുരസ്കാരം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എല്ലാം എടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. 2025 കടമ്പനിട്ട പുരസ്കാരം എം ലീലാവതി, ഡോക്ടറാണ്, ഡോക്ടർ എം ലീലാവതിയാണ്. അന്ന് 2025 കടമ്പനിട്ട പുരസ്കാര ജേതാവാരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ 2024 പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദിനെ ചോദിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ പുരസ്കാരം ഇപ്പൊ എടുത്തിട്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വള്ളത്തോൾ പുരസ്കാരമോ അങ്ങനെ പ്രധാനപ്പെട്ട പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരവും ഒക്കെ എടുക്കത്തോളായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം 2024 പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് എടുത്ത് ചോദിച്ചത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യനൂടെ കിട്ടി. കഴിഞ്ഞ വർഷത്തെ CSEB ക്വസ്റ്റ്യനകത്ത് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ആയിരുന്നു 2024 കടമ്പനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ്. 2025 ആകുമ്പോൾ ഡോക്ടർ എം ലീലാവതി. 2 GK ക്വസ്റ്റ്യൻ കൂടെ അതിന്റെ കൂടെ ചേർക്കുന്നു. പുരസ്കാരം നൽകുന്നത് കടമ്പനിട്ട ഫൗണ്ടേഷനും കടമ്പനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷനാണ്. അന്നേരം നമുക്കറിയാം. പക്ഷെ എന്റെ തുക ഓർത്ത് നോക്കുക, 55,555. 5 എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. കടമ്പനിട്ട പുരസ്കാരത്തിന്റെ തുക എത്രയാണ്? 55,555 രൂപയാണ്. അന്നേരം ഈ ഭാഗം ഒന്നുകൂടെ പറഞ്ഞു പോകാം. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം വിദർഭയുടെ 3ാമത്തെ ക്രിക്കറ്റ് കിരീടമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടമാണ്. കേരളത്തെ തോൽപ്പിച്ചാണ് വിദർഭ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം 2025 3ാം തവണ സ്വന്തമാക്കുന്നത്. ഇനി 2025 കടമ്പനിട്ട പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതി. 24 റഫീഖ് അഹമ്മദ്. സമ്മാനം നൽകുന്നത് കടമ്പനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷനാണ്. പുരസ്കാര തുക 55,555 രൂപയാണ്. പ്രധാനപ്പെട്ടതാണ്, മറന്നു പോകരുത്. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം 2025. ജ്ഞാനപ്പാന പുരസ്കാരം 2025 പുരസ്കാര ജേതാവ് KP ശങ്കരൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KP ശങ്കരനാണ്. പുരസ്കാരം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വമാണ്. അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു GK ആണ്. ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗുരുവായൂർ ദേവസ്വമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. പുരസ്കാര തുക 50,001 രൂപ. നേരത്തെ നമ്മൾ പഠിച്ചു കടമ്പനിട്ട രാമകൃഷ്ണ പുരസ്കാര തുക 55,555. 5 എന്ന് പഠിക്കുക. ജ്ഞാനപ്പാന പുരസ്കാരം, ജ്ഞാനം എന്നൊക്കെ എഴുതുമ്പോൾ ഒരു 0 അതിടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പഠിക്കുക. 50,001 രൂപയാണ് ഇതിന്റെ ജ്ഞാനപ്പാന പുരസ്കാര തുക. ഇനി 2024 പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ചോദിച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടിരിക്കുന്നു. 2024 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. എന്നിട്ട് നോക്കിയേ, ജ്ഞാനപ്പാന പുരസ്കാരം 2025 പുരസ്കാര ജേതാവ് KP ശങ്കരൻ. പുരസ്കാരം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം. പുരസ്കാര തുക 50,001 രൂപ. 2024 പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കടമ്പനിട്ട പുരസ്കാരം, ജ്ഞാനപ്പാന പുരസ്കാരം, അത് കഴിഞ്ഞതാ വരുന്നു 59ാമത് ജ്ഞാനപീഠം. വളരെ ഏറ്റവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 25 അത് കൊടുക്കുന്നത്. അതിന് 2024 എന്ന് ചോദിച്ചാലും 59ാമത് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അതിന് നമുക്ക് ആ എത്രാമത്തെ എന്നുള്ളത് വരെ നമ്മുടെ കയ്യിൽ വേണം. 59ാമത്തെ 2024 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല. ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് ആര്? വിനോദ് കുമാർ ശുക്ല. അടുത്തത്, ഈ പുരസ്കാരം ലഭിച്ച ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ വ്യക്തി. എന്നാൽ ഇദ്ദേഹത്തിന്റെ സംസ്ഥാനം ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണ്. അന്നേരം ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? വിനോദ് കുമാർ ശുക്ല. ഇപ്പോഴത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ 2024 ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല എന്ന് പഠിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരുന്ന ലെവൽ എങ്ങനെ ആയിരിക്കില്ല. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവെന്നായിരിക്കും വരുന്നത്. ഓൾറെഡി ഇത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ആരാണ്? വിനോദ് കുമാർ ശുക്ല. ഇനി നമ്മൾ പറഞ്ഞേക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് ആരാണ്? വിനോദ് കുമാർ ശുക്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു പോകാം. 59ാമത് 2024 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹം.
ഈ പുരസ്കാരം ലഭിച്ച ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 മെയ്യില്, നമ്മളിപ്പോൾ മാർച്ചിലാണ് കറണ്ട് അഫയേഴ്സ്, മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ്, അപ്പോഴേ ഈ കറണ്ട് അഫയേഴ്സ് വീണിട്ടുണ്ട്. 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോം. 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോം ആണ് സ്കൈപ്പ് എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കൈപ്പിനെ പറ്റി. അതിന് 2025 മെയ്യിലാണ് സ്കൈപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഒരു GK ക്വസ്റ്റ്യൻ പറഞ്ഞു പോവുകയാണ്. ലോകത്തിലെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ഏത്? സ്കൈപ്പ്. ലോകത്തിലെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകൾ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്കൈപ്പ് ആണ്. സ്കൈപ്പ് നിലവിൽ വന്ന വർഷം 2003. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്കൈപ്പ് നിലവിൽ വന്ന വർഷം 2003. അതിന് നമുക്ക് നോക്കിയേ, ലോകത്തിലെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് സ്കൈപ്പ്. സ്കൈപ്പ് നിലവിൽ വന്നത് 2003. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേര് സ്കൈപ്പ് എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് സ്കൈപ്പ്. സ്കൈപ്പ് നിലവിൽ വന്ന വർഷം 2003. ഓക്കെ, നെക്സ്റ്റ്. കേരളത്തിൽ ISO അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ്. കേരളത്തില് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസാണ് ഏറനാട് താലൂക്ക് ഓഫീസ്. എന്നിട്ട് കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസ് ചോദിച്ചാൽ ഏതാണ്? ഏറനാട് താലൂക്ക് ഓഫീസാണ്. ഓക്കെ, മലപ്പുറം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിനാണ് കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. നമ്മള് കടമ്മനിട്ട പുരസ്കാരം കണ്ടു, പിന്നെ തൊട്ടടുത്ത് നമ്മള് പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം കണ്ടിട്ടുണ്ട്. അടുത്ത പുരസ്കാരം എന്താണ്ട് കിടക്കുന്നു? 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. 2025 തകഴി സാഹിത്യ പുരസ്കാരം KP സുധീര. അത് തിരിഞ്ഞു പോവല്ലേ ഇതൊന്നും. ജ്ഞാനപ്പാന പുരസ്കാരം, തകഴി സാഹിത്യ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, കടമ്മനിട്ട പുരസ്കാരം. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. തുക 5000 രൂപ. 50,000 രൂപ. തുക എത്രയാണ്? 50,000. നേരത്തെ 50,001 കണ്ടു. നേരത്തെ നോക്കിയേ, 50,001 നമ്മൾ കണ്ടത് ഏതിന്റെ തുകയ്ക്കായിരുന്നു? ഏതിനായിരുന്നു 50,001 രൂപ? ജ്ഞാനപ്പാന പുരസ്കാര തുക 50,001. അങ്ങനെ തിരിഞ്ഞു പോകരുത്. ജ്ഞാനപ്പാന പുരസ്കാര തുക 50,001. തകഴി സാഹിത്യ പുരസ്കാര തുക എത്രയാണ്? 50,000 രൂപയാണ്. തകഴി സാഹിത്യ പുരസ്കാരം 50,000. കടമ്പനിട്ട നമ്മുടെ കയ്യിലുണ്ട് 5 ആണ്. 50,555 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. കേരളത്തിലെ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാടാണ്, മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ KP സുധീര. പുരസ്കാര തുക 50,000 രൂപയാണ്. 2024 പുരസ്കാര ജേതാവ് പ്രൊഫസർ MK സാനു. വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 പുരസ്കാര ജേതാവ് MK സാനു. എന്ത് പുരസ്കാരങ്ങളായാലും അതത് വർഷത്തെയും തൊട്ട് തലേ വർഷത്തെയും നമ്മൾ പഠിച്ചു വെക്കണം. 2024 പുരസ്കാര ജേതാവ് MK സാനു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് KV കുമാരനാണ്. ഓക്കെ, അന്നേരം നോക്കിയേ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് KV കുമാരൻ. കൃതിയുടെ പേര് യാനം എന്നാണ്. നേരത്തെ നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കിയേ, ഈ കറണ്ട് അഫയേഴ്സ് നേരത്തെ KV കുമാരൻ എന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള ഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ KV കുമാരൻ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കൃതി ഇല്ലായിരുന്നു. കൃതി എന്താണ്? യാനമാണ്. കൃതി ഏതാണ്? യാനം എന്ന കൃതിയാണ്. ഓക്കെ, അതിന് നമ്മളിപ്പം ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി പോകുന്ന കൂട്ടത്തിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. അതിന് കൃതി ഏതാണ്? യാനമാണ്.
KV കുമാരൻ കൃതി യാനമാണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ആ ഒരു കറണ്ട് അഫയേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇനി നോക്കിയേ, മുമ്പേ നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം പറഞ്ഞില്ല, 59ാമത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറണ്ട് അഫയേഴ്സ് ആണ് 2025 പ്രഖ്യാപിച്ച 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ. എത്രയാണ്? 97ാമത് ഓസ്കാർ പുരസ്കാരം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരെണ്ണമാണ് അടുത്തതാ കിടക്കുന്നത്. 2025 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് അനോറയാണ്. മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ആരാണ്? തിരഞ്ഞെടുത്ത സിനിമ ഏതാണ്? അനോറയാണ്. അതായത് നമുക്കറിയാം, ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-50 കാറ്റഗറിയിലാണ് ഓസ്കാർ പ്രഖ്യാപിക്കുന്നത്. നമുക്ക് പ്രധാനമായി ഒരു 4-5 മാത്രം നമ്മൾ പഠിച്ചു വെക്കുക. അത് മാത്രം മതി, അതിൽ കൂടുതൽ വേണ്ട. ഇവിടെ തന്നെ ഒരു 4-5 എണ്ണം ആയി കഴിഞ്ഞു. നോക്കിയേ, 2025 പ്രഖ്യാപിച്ച 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ഇത്? അനോറ. ഓക്കെ, മികച്ച ചിത്രം ഏതാണ്? അനോറ. സംവിധായകൻ ഷോൺ ബെക്കർ. അത് നമുക്ക് വേണം. മികച്ച സംവിധായകൻ ആരാണ്? ഷോൺ ബെക്കർ ആണ്. മികച്ച സംവിധായകനും ചോദിച്ചു കഴിഞ്ഞാൽ ഷോൺ ബെക്കർ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 2025 പ്രഖ്യാപിച്ച 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് അനോറ. സംവിധാനം ഷോൺ ബെക്കർ. മികച്ച സംവിധായകനും ആര് തന്നെയാണ്? ഷോൺ ബെക്കർ ആണ്. മികച്ച സംവിധായകൻ ഷോൺ ബെക്കർ ആണ്. പഠിക്കാൻ എളുപ്പമുണ്ട്. ചിത്രം അനോറ, ആ ചിത്രത്തിന്റെ സംവിധായകൻ ഷോൺ ബെക്കർ. ആ മികച്ച സംവിധായകൻ ചോദിച്ചാലും ഷോൺ ബെക്കർ ആണ്. മികച്ച നടൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഡ്രിയൽ ബ്രോഡി. ആരാണ്? മികച്ച നടൻ ഏഡ്രിയൽ ബ്രോഡി. അന്നേരം ആ ഒരു പേര് ഓർത്ത് വെക്കുക. മികച്ച നടൻ ഏഡ്രിയൽ ബ്രോഡിയാണ്. ആ ചിത്രം ബ്രൂട്ടലിസ്റ്റ്. ഇതാണ് ബ്രൂട്ടലിസ്റ്റ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച ഏഡ്രിയൽ ബ്രോഡിക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത് മികച്ച നടി മൈക്കി മാഡിസൺ. മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ്. മികച്ച നടി മൈക്കി മാഡിസൺ. ചിത്രം അനോറ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഡിസ്കസ് ചെയ്ത കറണ്ട് അഫയേഴ്സിനകത്തൊക്കെ നിങ്ങൾ കേട്ട് കാണാൻ ചാൻസ് ഉണ്ട്. ഒരു മൈക്കി അല്ലേ? ഏതാണ്? മികച്ച നടി മൈക്കി മാഡിസൺ. മാഡിസൺ കീസ് എന്നും പറഞ്ഞുകൊണ്ടൊരു വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തിരിഞ്ഞു പോവല്ലേ? കാരണം പരീക്ഷയ്ക്ക് ഓപ്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ തെറ്റുന്നത്. മാഡിസൺ കീസ്, അതായത് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വിമൻസ് വിഭാഗം വിജയിയാണ് ഇത് മാഡിസൺ കീസ്. മാഡിസൺ കീസ്. അന്നേരം ഇത് രണ്ടും കൂടെ ഓപ്ഷനിൽ വന്നാൽ തെറ്റിപ്പോരുത്. മൈക്കി മാഡിസൺ. അന്നേരം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ സിനിമ നടിമാരൊക്കെ മൈക്കിന്റെ മുമ്പിലാണ് സംസാരിക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അന്നേരം മികച്ച നടി മൈക്കി മാഡിസൺ. ചിത്രം അനോറ. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം. മികച്ച ചിത്രം കിട്ടി, മികച്ച സംവിധായകനെ, മികച്ച നടനെ, മികച്ച നടിയെ. ഒന്നുകൂടെ പറഞ്ഞു പോകാം. 2025 പ്രഖ്യാപിച്ച 97ാമത്, നമ്പറിന് പ്രാധാന്യമുണ്ട്, 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് അനോറയാണ്. മികച്ച ചിത്രം അനോറ തന്നെയാണ്. എന്നാണ് അതിന്റെ സംവിധായകൻ ചോദിച്ചാൽ ഷോൺ ബെക്കർ. മികച്ച സംവിധായകൻ ചോദിച്ചാൽ ആരാണ്? ഷോൺ ബെക്കർ ആണ്. മികച്ച നടൻ ഏഡ്രിയൽ ബ്രോഡി. ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മൈക്കി മാഡിസൺ. ചിത്രം അനോറയാണ്. ഇത്രയെങ്കിലും കാണാതെ പഠിച്ചു വെക്കുക. അന്നേരം ഈ സെക്ഷൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് KV കുമാരൻ കൃതി യാനം. 2025 പ്രഖ്യാപിച്ച 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ. സംവിധായകൻ ഷോൺ ബെക്കർ. മികച്ച സംവിധായകൻ ചോദിച്ചാലും ഷോൺ ബെക്കർ ആണ്. മികച്ച നടൻ ഏഡ്രിയൽ ബ്രോഡി. ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മൈക്കി മാഡിസൺ. ചിത്രം അനോറ. നെക്സ്റ്റ്, 2025 യുഎസിന്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത് ഇംഗ്ലീഷ്. അതൊക്കെ നോക്കി വെക്കുക. 2025 യുഎസിന്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത് ഇംഗ്ലീഷ്. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അടുത്തിടെ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 നവരത്ന പദവി. 2025 നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇതിന് 2 എണ്ണം ഉണ്ട്. IRCTC, IRTC, IRFC. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു പോകാം.
2025 നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ താഴെ പറയുന്നവയിലേത്? കുറച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഓപ്ഷൻ നമ്മളൊന്ന് മാറ്റിയിട്ടിരിക്കുകയാണ്. IRCTCയും IRFCയും. ഒന്നുകൂടെ നോക്കിക്കോണേ, IRCTCയും IRFCയും. അതില് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത് രണ്ടും. അതിനകത്ത് ആ റെയിൽവേയുടെ R ഉണ്ടെന്നൊക്കെ പഠിച്ചാൽ മതി. ഇന്ത്യൻ റെയിൽവേ എന്നുള്ളതിൻ്റെത് IR. ബാക്കി എന്താണെന്ന് നമുക്ക് പഠിക്കാം. അന്നേരം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായ IRCTCക്കും IRFCക്കുമാണ് 2025 നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതും പ്രാധാന്യമാണ്, ജോയിന്റ് സ്റ്റോക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതിൽ നമുക്ക് ഫുൾ നെയിം ഒന്ന് പഠിക്കാം. ചിലപ്പോൾ ഇനി GK ആയിട്ട് അതെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഫുൾ നെയിം ഒന്ന് നോക്കിയേ. IRCTCയും IRFCയും. അതിൽ IR രണ്ടും ഇന്ത്യൻ റെയിൽവേ, അതിന് മറക്കത്തില്ലേ. ഇനി CTC എന്താണ് നമ്മൾ പഠിക്കേണ്ടുന്നത്? കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും. അടുത്ത് നോക്കിയേ, IRFC ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും. FC എന്താണ്? രണ്ടിടത്തും C കോർപ്പറേഷനാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് ഫുൾ നെയിം ചോദിച്ചിട്ട് സിക്കകത്ത് ഒക്കെ വളരെ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം IRCTCയും IRFCയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് C രണ്ടും കോർപ്പറേഷൻ, IR രണ്ടും ഇന്ത്യൻ റെയിൽവേ എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫിനാൻസ് കോർപ്പറേഷൻ, നമ്മുടെ എക്കണോമിക്സ് പരമായിട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പരമായി ഫിനാൻസ് നമ്മൾ ഇഷ്ടംപോലെ കേട്ട FC എന്നൊക്കെ കൊടുത്തിട്ടുള്ളതല്ലേ. അതിൽ അത് നമ്മുടെ കിട്ടി. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമാണ് 2025 നവരത്ന പുരസ്കാരം ലഭിച്ച റെയിൽവേ സ്ഥാപനങ്ങൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഓക്കെ, തീർച്ചയായും കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ GKയോ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ സെക്ഷൻ ഒന്നുകൂടെ. അടുത്തിടെ ഇംഗ്ലീഷ് ഭാഷയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യം അല്ലെങ്കിൽ 2025 പ്രഖ്യാപിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനുമാണ് 2025 നവരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾ. ഇനി 2025 മൊബൈൽ വേൾഡ് കോൺഫറൻസിന്റെ വേദി സ്പെയിൻ ആണ്. ഒന്ന് കിടക്കട്ടെ ക്വസ്റ്റ്യൻ. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി ഏതെന്ന് ചോദിച്ചാൽ സ്പെയിൻ ആണ്. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി ഏതെന്ന് ചോദിച്ചാൽ സ്പെയിൻ ആണ്. ഇനി 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം. ദിനങ്ങളുടെയൊക്കെ പ്രമേയങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ നിങ്ങളുടെ ഒരു പരീക്ഷയ്ക്ക് വേൾഡ് ട്രോമ ഡേ അത് 2024 പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് അന്ന് ചോദിച്ചത്. അന്നേരം നമുക്ക് ഇച്ചിരി പുറകോട്ടുള്ള ഒരു GKയും ഒരു കറണ്ട് അഫയേഴ്സുമാണ്. 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം വന്യജീവി സംരക്ഷണ ധനസഹായം. എന്താണ്? വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം. ആദ്യം തന്നെ ഒരു കോഡുണ്ട്, വന്യജീവി എന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. വന്യജീവി ദിനത്തിൻ്റെത് വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം. അന്നേരം അതിൻ്റെ കൂടെ GK ലോക വന്യജീവി ദിനം മാർച്ച് 3. 2025 ലോക വന്യജീവി ദിന പ്രമേയം ഏതെന്ന് ചോദിച്ചാൽ വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3. ലോക വന്യജീവി ദിനം മാർച്ച് 3. ഓക്കെ, അടുത്ത കുറച്ച് GK ക്വസ്റ്റ്യൻ, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത. നമ്മളിന്ന് 2-3 വനിതമാരെ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതാണ് വീണ്ടും അടുത്തത്. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിതയാണ് അഞ്ജു രതി റാണ. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിതയാണ് അഞ്ജു രതി റാണ. ഇനി ഈ പദവിയിലെത്തിയ ആദ്യ വനിത, അതിൽ തന്നെ നമ്മൾക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെ നടപ്പുണ്ട് ആദ്യ വനിതയാണെന്നുള്ളത്. നിലവിലെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി 2025 മാർച്ച് പ്രകാരം എന്താണ്? കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അർജുൻ റാം ആണ്. നിലവിലെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അർജുൻ റാം ആണ് നിലവിലെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി. ഓക്കെ,
ഇനി ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലിന്റെ പേര് എന്ന് ചോദിച്ചാൽ ഗാൻഡീവ എന്നാണ്. അല്ലെ, ഗാൻഡീവം വില്ലെന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി, മിസൈലാണ്. ഇന്ത്യ അടുത്തിടെ എന്താണ് തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലിന്റെ പേര് ഗാൻഡീവ. ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗാൻഡീവ എന്ന മിസൈലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെയാണ് ലോക സമാധാന കേന്ദ്രം. ലോക സമാധാന കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടാണ്? ഗുരുഗ്രാം, ഹരിയാന. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് എവിടെന്ന് ചോദിച്ചാൽ ഗുരുഗ്രാം, ഹരിയാന. അതായത് ഇന്ത്യയിൽ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് എവിടാണ്? ഗുരുഗ്രാം, ഹരിയാന. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റിന്റെ വേദി USA. നമ്മൾ തുടക്കത്തിൽ 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യ എന്ന് പഠിച്ചില്ലേ? ഏതാണ് ഇവിടെ അടുത്തതാണ്. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റിന്റെ വേദി എവിടെന്ന് ചോദിച്ചാൽ ഏതാണ്? USA ആണ്. ഓക്കെ, ഫിഫ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ആണ്. ഫിഫ എന്ന് പറയുമ്പോൾ എന്താണ്? ഫുട്ബോൾ ആണ്. അന്നേരം അതിനകത്ത് ഓർത്തോണം 2025 ഫിഫ ഫുട്ബോൾ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റിന്റെ വേദി എവിടെന്ന് ചോദിച്ചാൽ ഏതാണ്? USA ആണ്. അന്നേരം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പോകാം. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിതയാണ് അഞ്ജു രതി റാണ. നിലവിലെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി അർജുൻ റാം 2025 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഏത്? ഗാൻഡീവ. ഇന്ത്യയിൽ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നത് ഗുരുഗ്രാം, ഹരിയാന. 2025 ഫുട്ബോളിന്റെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റിന്റെ വേദി എവിടെന്ന് ചോദിച്ചാൽ USA ആണ്. ഓക്കെ, ക്ലബ്ബ് ലോകകപ്പിന്റെ 21ാമത് എഡിഷൻ ആണ് 2025 നടക്കുന്നത്. ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ക്ലബ്ബ് ലോകകപ്പ് വേദി എവിടെന്ന് ചോദിച്ചാൽ എവിടാണ്? USA ആണ്. അതിന്റെ എത്രാമത്തെയാണ്? 21ാമത് എഡിഷൻ ആണ് 2025 നടക്കുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾ 32 ടീമുകളാണ്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് എത്ര ടീമുകളാണ്? 32 ടീമുകളാണ്. 23 ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. 2023 വേദി സൗദി അറേബ്യ. 23 വേദി എന്നാണ്? സൗദി അറേബ്യ ആണ്. ഒന്നിരിക്കട്ടെ. അപ്പോൾ 2023 വേദി സൗദി അറേബ്യ. 23 ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ടൂർണമെന്റിൽ 2025 നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 32. എത്രാമത്തെ എഡിഷനാണ് USA നടക്കുന്നതെന്ന് ചോദിച്ചാൽ 21ാമത് എഡിഷൻ. ക്ലബ്ബ് ലോകകപ്പിന്റെ 21ാമത് എഡിഷനാണ് 2025 നടക്കുന്നത്. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം. മുമ്പേ വനദിനമാണ് നമ്മൾ മാർച്ച് 3 പറഞ്ഞത്. അന്താരാഷ്ട്ര വനിതാ ദിനം വേൾഡ് വിമൻസ് ഡേ എന്ന് ചോദിച്ചാൽ എന്നാണ്? മാർച്ച് 8. ഓക്കെ, അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 2025 ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയം. ഐക്യരാഷ്ട്ര സംഘടനയാണ് വനിതാ ദിനം ആചരിക്കുന്നത്. 2025 പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ഫോർ ആൾ വിമൻ ആൻഡ് ഗേൾസ്. ഫോർ ആൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെന്റ്. ഓക്കെ, എന്തൊക്കെയാണ്? ഫോർ ആൾ വിമൻസ് ആൻഡ് ഗേൾസ്. ഫോർ ആൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെന്റ്. ഓർത്ത് വെക്കുക, ഫോർ ആൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെന്റ്. ഓക്കെ, എന്നിട്ട് നോക്കിയേ ക്ലബ്ബ് ലോകകപ്പിന്റെ ക്വസ്റ്റ്യൻ തൊട്ട് ഒന്നുകൂടെ പറഞ്ഞു പോകാം. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റ് വേദി അമേരിക്കയാണ്. അതിലടുത്ത ക്വസ്റ്റ്യൻ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ 21ാമത് എഡിഷനാണ് 2025 നടക്കുന്നത്. പങ്കെടുക്കുന്ന ടീമുകൾ 32 ആണ്. 23 ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 23 വേദി സൗദി അറേബ്യയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 2025 പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ഫോർ ആൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 58ാമത് നമ്പരൊക്കെ ഓർത്ത് വെച്ചിരിക്കണേ. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് മാധവ് നാഷണൽ പാർക്കിനെയാണ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച ഏതിനെയാണ്?
മാധവ് നാഷണൽ പാർക്ക്? സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അന്നേരം മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവിന്റെ പ്രഖ്യാപനം വന്നത്. അതിന്റെ പേര് മാധവ് നാഷണൽ പാർക്ക്. എന്നിട്ട് നമുക്ക് അതിനകത്ത് 2 GK ഏത് സംസ്ഥാനം എന്ന് ചോദിക്കാം, ആ പാർക്കിന്റെ പേര് ചോദിക്കാം. അന്നേരം ഇന്ത്യയുടെ 58ാമത് നാഷണൽ ടൈഗർ റിസർവ്, ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മാധവ് നാഷണൽ പാർക്ക്. ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവിന്റെ പേര് എന്താണ്? മാധവ് നാഷണൽ പാർക്ക് എന്നാണ്. അത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ് സംസ്ഥാനത്താണുള്ളത്. നിലവിൽ മധ്യപ്രദേശിൽ 9 ടൈഗർ റിസർവുകളുണ്ട്. നിലവിൽ എത്രയാണ്? 9 ടൈഗർ റിസർവുകൾ. എന്നാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, നിലവിൽ മധ്യപ്രദേശിൽ 9 ടൈഗർ റിസർവുകളുണ്ട്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? മാധവ് നാഷണൽ പാർക്കിനെയാണ്. മധ്യപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നോക്കിയേ, കേരള സർക്കാരിന്റെ 2024 വനിതാ രത്ന പുരസ്കാരങ്ങൾ മാർച്ച് 8 വനിതാ ദിനമല്ലേ അന്ന് പ്രഖ്യാപിച്ചതാണ്. കേരള സർക്കാരിന്റെ 2024 വനിതാ രത്ന പുരസ്കാരത്തിൽ കലാരംഗത്തെ സംഭാവനകൾക്ക് പുരസ്കാരം ലഭിച്ചത് PK മേദിനി. ആർക്കാണ്? PK മേദിനി. ഒന്നുകൂടെ നോക്കിയേ, കേരള സർക്കാരിന്റെ 2024 വനിതാ രത്ന പുരസ്കാരത്തില് കലാരംഗത്തെ, ഇതിനെയാണ് കലാരംഗത്തെ സംഭാവനകൾക്ക് പുരസ്കാരം ലഭിച്ചത് PK മേദിനിയാണ്. സർക്കാർ നൽകുന്ന വനിതാ രത്ന പുരസ്കാരത്തിൽ കായിക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് K വാസന്തി. കായിക വിഭാഗത്തില് K വാസന്തിക്കും, കലാരംഗത്ത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? PK മേദിനിക്കുമാണ് കലാരംഗത്ത് ലഭിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കി നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയ 2 ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് നിലവിൽ വരുന്നത് എവിടെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ആ ടൈഗർ റിസർവിന്റെ പേര് മാധവ് നാഷണൽ പാർക്ക് എന്നാണ്. നിലവിൽ മധ്യപ്രദേശിൽ 9 ടൈഗർ റിസർവുകൾ ഉണ്ട്. 2024 കേരള സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാരത്തിൽ കലാരംഗത്തെ സംഭാവനകൾക്ക് പുരസ്കാരം ലഭിച്ചത് PK മേദിനിയാണ്. 2024 കേരള സർക്കാർ നൽകുന്ന വനിതാരത്ന പുരസ്കാരത്തിൽ കായിക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ K വാസന്തി. രണ്ടുകൂടെ തിരിഞ്ഞു അല്ലേ? PK മേദിനിയും K വാസന്തിയും. നെക്സ്റ്റ്, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വളരെ പ്രധാനപ്പെട്ടതാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. അന്നേരം 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ആർക്കാണ്? ഇന്ത്യക്കാണ് ലഭിച്ചത്. റണ്ണേഴ്സ് അപ്പ് ന്യൂസിലൻഡ്. ഇന്ത്യ ആരെ തോൽപ്പിച്ചാണ് ആ കിരീടം നേടിയതെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേണം ന്യൂസിലൻഡ്. അതിന് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചാണ് കിരീടം നേടിയിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് ഒരു GK കൂടെ പഠിച്ചു നോക്കാം. ഇന്ത്യയുടെ 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടമാണ്. ഇന്ത്യയുടെ എത്രാമത്തെയാണ്? 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം. അത് ഏതൊക്കെ വർഷങ്ങളെന്ന് പഠിക്കണം? 2002, 2013, 2025. വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ 9, 8 ഒക്കെ കുറേ സംഖ്യകൾ നമ്മൾ പഠിച്ചു, പക്ഷെ നമ്മൾ ഒന്നും വർഷങ്ങൾ പഠിച്ചില്ല. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട 3 വർഷങ്ങളാണ് കിടക്കുന്നത്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ആർക്കാണ്? ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇന്ത്യയുടെ 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന വർഷങ്ങൾ 2002, 2013 കൂടാതെ ഏത് വർഷം? 25 കൂടാതെ 2002 ഉണ്ട്, 2013 ഉണ്ട്, 2025. ഏകദേശം ഒരു 10 വർഷ ഗ്യാപ്പുകൾ എന്നൊക്കെ പഠിച്ചാൽ മതി. കറക്റ്റ് 10 വർഷം വരത്തില്ല. 2002 കഴിഞ്ഞ് 10 വരേണ്ടത് 12 അത് കഴിഞ്ഞ് 13 കഴിഞ്ഞ് 22 വരേണ്ടത്. പക്ഷേ വീണ്ടും എത്തിപ്പോയി 25 പോയെന്ന് പഠിക്കാം. വർഷം മറക്കല്ലേ. 2002, 2013, 2025 വർഷങ്ങളിലാണ് ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത്. ഇന്ത്യ ആരെ തോൽപ്പിച്ചാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയെന്ന് ചോദിച്ചാൽ ആരെ തോൽപ്പിച്ചാണ്? ആരെയാണ്? ഇന്ത്യയെ, അല്ല സോറി, ന്യൂസിലാൻഡിനെ. നോക്കി, ഇനി താണ്ട വേദിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ദുബായ് ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വേണേ. ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടാണ്? ദുബായ്. എന്നിട്ട് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേദി എവിടായിരുന്നു? ദുബായ്. എന്നാൽ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ വേദി എവിടെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനാണ്.
പിന്നെ എവിടെയുണ്ട്? UAE ഉണ്ട്. കാരണമുണ്ട്, ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകത്തില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം എവിടെ വെച്ചാണ്? ദുബായിൽ വെച്ചാണ് നടത്തിയിരുന്നത്. ഓക്കെ, വേദികൾ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ UAE വരും. വേദി എന്ന് ചോദിച്ചാൽ, മത്സരത്തിന്റെ വേദി എന്ന് ചോദിച്ചാൽ എവിടാണ്? പാകിസ്ഥാനാണ്. എടുത്തു ചോദിക്കുവാണെങ്കിൽ ഫൈനൽ മത്സരത്തിന്റെ വേദി എവിടെന്ന് ചോദിച്ചാൽ എവിടാണ്? ദുബായ് ആണ്. അങ്ങനെ നോക്കിയാൽ ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷ കിരീടം, പുരുഷൻ എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, പുരുഷ ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ന്യൂസിലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. ഇന്ത്യയുടെ 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടമാണ്. 2002, 2013, 2025 വർഷങ്ങളാണ് നേടിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിന്റെ വേദി എവിടെന്ന് ചോദിച്ചാൽ ദുബായ് ആണ്. വേദികൾ എവിടെയൊക്കെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലും UAE-യിലുമാണ്, അല്ലെങ്കിൽ ദുബായിലുമാണ്. ഓക്കെ, ആ കാര്യം ക്ലിയർ. നെക്സ്റ്റ് പാർട്ട്, 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്കാണ്. അടുത്ത കിരീടം 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 5ാമത്തെ കിരീടം. റണ്ണേഴ്സ് അപ്പ് ഇറാൻ. മത്സരങ്ങളുടെ വേദി ടെഹ്റാൻ. അന്നേരം നമുക്ക് ഇറാന്റെ തലസ്ഥാനം ടെഹ്റാൻ അങ്ങനെ പഠിച്ചാൽ മതി. അന്നേരം ഇറാനിലാണ് മത്സരങ്ങൾ നടന്നത്. ഇറാനെ തോപ്പിച്ചാണ് ഇന്ത്യ എന്ത് നേടിയിരിക്കുന്നത്? 5ാമത് 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് കിരീടം. എത്രാമത്തെ കിരീടം? 5ാമത്തെ കിരീടം. അതിൽ ഇന്ത്യ ജയിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട. നമ്മൾ ഓർത്തോണം. നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് കേൾക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. 2025 മാർച്ചിൽ മാത്രമുള്ള ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അതിലെല്ലാം പഠിച്ചു പോവുക. നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 5ാമത്തെ കിരീടമാണ്. റണ്ണേഴ്സ് അപ്പ് ഇറാനാണ്. മത്സരങ്ങൾക്ക് വേദിയായത് ടെഹ്റാനാണ്. ഓക്കെ, ഇറാൻ എന്നോർത്താലും മതി. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷിച്ചതെന്ന്. ഓക്കെ, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷിച്ചത് 2025 മാർച്ച് 12. അതിന് വളരെ പ്രധാനം. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെയാണ് സന്ദർശിച്ചതിന്റെ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ എത്ര ശതാബ്ദി ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ 2025 മാർച്ച് 12. ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച ആദ്യം നടത്തിയത് 1925 മാർച്ച് 12. ശതാബ്ദി എന്ന് കേൾക്കുമ്പോൾ അറിയാമല്ലേ, 100 വർഷമാണ്. അതിന് തൊട്ട് പുറകോട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഓക്കെ, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ചിലപ്പോൾ GK നമുക്ക് ഇപ്പം കറണ്ട് അഫയേഴ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷിച്ചത് 2025 മാർച്ച് 12 ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള GK ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഈ ഒരു സംഭവം കേട്ടില്ല, 25 മാർച്ച് 12 കേട്ടില്ല. വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1925 മാർച്ച് 12 അതിന്റെ ശതാബ്ദി 2025 മാർച്ച് 12 ആഘോഷിച്ചു. ഇനി കൂടിക്കാഴ്ചയുടെ വേദി വനജാക്ഷി മന്ദിരം. ഇതിനെ ഗാന്ധിയാശ്രമം എന്ന് അറിയപ്പെടുന്നു. ജസ്റ്റ് ഒരു GK കിടക്കട്ടെന്ന് എഴുതിയതേ ഉള്ളൂ. കൂടിക്കാഴ്ചയുടെ വേദി വനജാക്ഷി മന്ദിരം. പിന്നെന്താണ് ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നു? ഗാന്ധിയാശ്രമം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. അതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ 2025 മാർച്ച് 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരങ്ങൾ. കുറേ പുരസ്കാരങ്ങൾ മാർച്ചിൽ കൊടുത്തേ. അടുത്താണ് നോക്കിയേ, കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം 2024. ഓക്കെ, മികച്ച കഥ അല്ലെങ്കിൽ നോവൽ ഭൂതം എന്നാണ്. വിമേഷ് മണിയൂരാണ്. നമുക്ക് ആ എഴുതിയ ആളെ ഓർത്തില്ലേലും ഇത് ഓർത്ത് നോക്കുക, ഫായും എഴുതാം കേട്ടോ. മികച്ച കഥ അല്ലെങ്കിൽ നോവൽ ഏതാണ്? ഭൂതം അല്ലേ? ഭൂതത്തിന്റെ കഥയെന്ന് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഭൂതങ്ങളുടെ കഥയല്ലേ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ബാലസാഹിത്യം അന്നേരം അതും കൂടെ ഉണ്ട്. ബാലം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഭൂതത്തിന്റെ കഥ. മികച്ച കഥ നോവൽ അല്ലെങ്കിൽ ഏതാണ്? ഭൂതമാണ്. വിമീഷ് മണിയൂർ എന്ന വ്യക്തിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മികച്ച കവിത പൂമാല. മികച്ച കവിത ഏതാണ്? പൂമാല. ഓക്കെ, പ്രേമജ ഹരീന്ദ്രനാണ് ഇതിൽ രചിച്ചിരിക്കുന്നത്. മികച്ച കവിത പൂമാല. മികച്ച നാടകം സാക്ഷി അല്ലേ? സാക്ഷികൾ മാറ്റിപ്പറയത്തില്ലേ? സാക്ഷി മാറ്റിപ്പറയും, മൊഴി മാറ്റിപ്പറയും. അതിന് നാടകമാണത്. ഏതാണ്? സാക്ഷി. അതിന് പഠിക്കാനെല്ലാം കോഡനത് കിടപ്പുണ്ട്. ഭൂതം മികച്ച കഥ അല്ലെങ്കിൽ നോവലാണ്.
എന്താണ് പൂമാല എന്താണ് മികച്ച കവിതയാണ്. അടുത്ത പറഞ്ഞേക്കുന്നത് സാക്ഷി മികച്ച നാടകം. അത് എഴുതിയിരിക്കുന്നത് KM ഹാജറയാണ് എഴുതിയിരിക്കുന്നത്. പുരസ്കാര തുക 20,000 രൂപ. പുരസ്കാരം നൽകുന്നത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഇത് എഴുതാൻ കാര്യമുണ്ട്, നമുക്ക് GK സെക്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരെ തിരിച്ചായിരുന്ന ക്വസ്റ്റ്യൻ വന്നത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള ബാലസാഹിത്യ പുരസ്കാരം 2024. ഓക്കെ, ഉത്തരം കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം 2024 ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ മികച്ച കഥ നോവൽ വിഭാഗം ഭൂതം എന്നാണ്. വിമേഷ് മണിയൂരാണ് അത് രചിച്ചിരിക്കുന്നത്. മികച്ച കവിത പൂമാല പ്രേമജ ഹരീന്ദ്രനാണ്. മികച്ച നാടകം സാക്ഷി KM ഹാജറ. മികച്ച പുരസ്കാര തുക 20,000 രൂപ. പുരസ്കാരം നൽകുന്നത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് ലോക വൃക്ക ദിനം ആചരിച്ചത് 2025 മാർച്ച് 13. നമുക്ക് ആ മാസങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകണം. മുമ്പേ വനദിനം മാർച്ച് 3 കിട്ടി, വനിതാ ദിനം കിട്ടി മാർച്ച് 8. അതാണ്ട് അടുത്ത വൃക്ക ദിനം എന്നാണ് മാർച്ച് 13. അതിന്റെ തീം എന്തെന്ന് ചോദിച്ചാൽ 2025 തീം ചോദിച്ചാൽ ആർ യുവർ കിഡ്നീസ് ഓക്കെ അല്ലേ? നിങ്ങളുടെ കിഡ്നി എല്ലാം ഓക്കെ ആണോ? അന്നേരം അങ്ങനെ ഓർത്താൽ മതി. ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റക്ട് എയർലി പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത്. ഇതാണ് ഏറ്റവും പ്രധാനം. ഡിറ്റക്ട് എയർലി പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത്. ചിലപ്പോൾ നാട്ടെ ഈ ഒരു ഭാഗം കാണിയല്ല, പകരം ഇതേ വരത്തുള്ളൂ. ഡിറ്റക്ട് എയർലി പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത്. ഡിറ്റക്ട് എയർലി പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത്. പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത്. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്ക് ഏതാണ്? ഡിറ്റക്ട് എയർലി. 2024 ലോക വൃക്ക ദിന സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റക്ട് എയർലി പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത്. പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും. ആരെയാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുന്ന ബഹിരാകാശ സ്ഫോടകത്തിന്റെ പേര് സ്പേസ് എക്സ് എന്നാണ്. എന്താണ്? സ്പേസ് എക്സ്. അന്നേരം ഏത് ബഹിരാകാശ പേടകത്തിലാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും തിരികെ ഭൂമിയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്പേസ് എക്സ്. എന്താണ്? സ്പേസ് എക്സ് എന്ന ബഹിരാകാശ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ എത്തിയത്. സ്പേസ് എക്സും നാസയും ചേർന്നാണ് ഈ ദൗത്യം നടത്തുന്നത്. ആരൊക്കെ ചേർന്നാണ്? സ്പേസ് എക്സും നാസയും ചേർന്നാണ് ഈ ദൗത്യം നടത്തുന്നത്. അതിനകത്ത് നിക് ഹേഗ് കമാൻഡറാണ്. നിക് ഹേഗ് USA-കാരനാണ്. അടുത്തത് അലക്സാണ്ടർ ഗോർബുനോവ് എന്ന വ്യക്തിയുണ്ട്, റഷ്യക്കാരനാണ്. സുനിത വില്യംസ് USA, ബുച്ച് വിൽമോർ USA. അന്നേരം ഏതൊക്കെയാണ്? സ്പേസ് എക്സും നാസയും ചേർന്നാണ് ഈ ദൗത്യം നടത്തുന്നത്. അതിനകത്ത് വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നിക് ഹേഗ് കമാൻഡർ USA-യുടെ നിക് ഹേഗ് ആണ് അതിന്റെ കമാൻഡർ. ബാക്കി വ്യക്തികൾ അലക്സാണ്ടർ ഗോർബുനോവ് റഷ്യ, സുനിത വില്യംസ് USA, ബുച്ച് വിൽമോർ USA. വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇതൊക്കെ. ഒന്നുകൂടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുന്ന ബഹിരാകാശ പേടകത്തിന്റെ പേര് സ്പേസ് എക്സ് എന്നാണ്. സ്പേസ് എക്സും നാസയും ചേർന്നാണ് ഈ ദൗത്യം നടത്തുന്നത്. നിക് ഹേഗ് കമാൻഡറാണ്, USA-കാരനാണ്. അടുത്തത് അലക്സാണ്ടർ ഗോർബുനോവ് റഷ്യക്കാരനുണ്ട്. സുനിത വില്യംസ് USA, ബുച്ച് വിൽമോർ USA. ഓക്കെ, അടുത്ത 2-3 ക്വസ്റ്റ്യനുകൾ. 2025 നടന്ന ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരം. ഫോർമുല 1 കിരീടങ്ങളെല്ലാം കാറോട്ട മത്സരങ്ങളാണ്. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഓരോ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. ഇത് 2025 നടന്ന ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ്. 2025 നടന്ന ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ് ആണ്. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ടാണ്. 2025 കബഡി ലോകകപ്പ് വേദി ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അത് കണ്ട് അടുത്ത വരുന്നു. 2025 കബഡി ലോകകപ്പ് വേദി എവിടാണ്? ഇന്ത്യയാണ്, സോറി ഇംഗ്ലണ്ടാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നമ്മൾ മുമ്പേ ഒന്ന് പറഞ്ഞേ നോക്കിയേ. കബഡി ലോകകപ്പ് വേദിയായിരുന്നേ ഇംഗ്ലണ്ട്. ഏഷ്യൻ വനിതാ
ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ആയിരുന്ന വേദി ഇറാൻ ടെഹ്റാൻ. അതുകൊണ്ട് കബഡി ലോകകപ്പ് വേദി. അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കബഡി ലോകകപ്പ് വേദി എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 2025 കബഡി ലോകകപ്പ് വേദി എവിടാണ്? ഇംഗ്ലണ്ട്. തിരിഞ്ഞു പോകരുത്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 മാർച്ചിൽ പ്രഖ്യാപിച്ച 2021 കേരള സർവകലാശാല ONV പുരസ്കാരം. ഒന്ന് നോക്കിയേ ക്വസ്റ്റ്യൻ. 2025 മാർച്ചിൽ പ്രഖ്യാപിച്ച, അതായത് 2025 അല്ല, 2021 കേരള സർവകലാശാല ONV പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനു. അന്നേരം 2021 എന്താണ് നമുക്ക് പ്രഖ്യാപിച്ചത്? എന്താണ്? 2025 2021 കേരള സർവകലാശാല ONV പുരസ്കാരം പ്രഖ്യാപിച്ചത് 2025 വ്യക്തി ആരാണ്? പ്രൊഫസർ MK സാനു. 2021 2022 വർഷത്തെ പുരസ്കാരം 2025 മാർച്ചിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2021 2022 24 25 വന്നിട്ടില്ല. 21 22 വർഷത്തെ കോവിഡ് സമയത്ത് നിർത്തിവെച്ചതാണ് പുരസ്കാരങ്ങൾ കൊടുപ്പ്. അന്നേരം ഈ 2021 22 വർഷത്തെ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. 21 ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ MK സാനു. 22 M മുകുന്ദൻ. അതൊക്കെ സാധ്യതാ ക്വസ്റ്റ്യനുകളാണ്. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തെറ്റിപ്പോകുന്നതല്ലേ. അത് 2021 22 കേരള സർവകലാശാല ONV പുരസ്കാരം പ്രഖ്യാപിച്ചത് 2025 21 ജേതാവ് MK സാനു, 22 ജേതാവ് M മുകുന്ദനാണ്. തിരിഞ്ഞു, അത് ഓർത്തു നോക്കുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യനുകൾ ഒന്നുകൂടെ പറഞ്ഞു പോകാം. 2025 നടന്ന ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ്. 25 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 25 മാർച്ചിൽ പ്രഖ്യാപിച്ച 2021 കേരള സർവകലാശാല ONV പുരസ്കാരം ലഭിച്ചത് MK സാനു. 22 ജേതാവ് M മുകുന്ദൻ. 21 22 വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മാർച്ചിലാണ്. അടുത്തത് 25 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ, വേൾഡ് ഹാപ്പിനെസ് ലോക സന്തോഷ സൂചികയിൽ, ഇതൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് ക്വസ്റ്റ്യനുകളിലെ. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡ്. കുറേ വർഷം കൊണ്ടേ നമ്മൾ കേൾക്കുന്നു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഫിൻലൻഡ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. തുടർച്ചയായി 8ാം വർഷവുമാണ് ഫിൻലൻഡ് 1ാം സ്ഥാനത്ത്. അതിന് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ തുടർച്ചയായി 8ാം തവണയും 1ാം സ്ഥാനത്ത് എത്തുന്ന രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. 2ാമത് ഡെൻമാർക്ക്, 3ാമത് ഐസ്ലൻഡ്. അതുകൊണ്ട് ഓർത്തു നോക്കുക. കാരണം കുറെ നാളുകൊണ്ട് നമുക്ക് ഫിൻലൻഡ് പഠിച്ച് അതങ്ങ് സ്ഥലമായി കഴിഞ്ഞു. അതിന് 2ാമത്തെയും 3ാമത്തെയും നമ്മൾ പഠിക്കുന്നു. ഏതാണ്? 2ാമത്തെ രാജ്യം ഡെൻമാർക്ക്, 3ാമത്തെ രാജ്യം ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം ഓർക്കുക 118 ആണ്. അന്നേരം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 118ാമത്തെ സ്ഥാനമാണ്. ഏറ്റവും അവസാനമുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. 147ാമതാണ്. ഏറ്റവും അവസാനം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. കാരണം അതൊക്കെ ചോദ്യ സാധ്യതയുണ്ട്. ഫിൻലൻഡ് ചോദിച്ച് മടുത്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മുന്നിലേക്ക് എറിഞ്ഞിട്ട് തരാം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും അവസാനം നേടിയ രാജ്യം എന്നായിരിക്കും ചോദിക്കുന്നത്. സ്ഥാനം ഏറ്റവും അവസാനമുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ 147. ഇന്ത്യയുടെ സ്ഥാനം 118. 3ാം സ്ഥാനം ഐസ്ലാൻഡ്, 2ാം സ്ഥാനം ഡെൻമാർക്കിന്. തുടർച്ചയായി 8ാം വർഷവും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ആർക്കാണ്? ഫിൻലൻഡിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക വനദിനം. ആണ്ടെ നമ്മൾ മുമ്പേ കണ്ടു അല്ലേ? വന്യജീവി ദിനമാണ് മാർച്ച് 3 നമ്മൾ കണ്ടത്. ഇത് നോക്കിയേ, വേൾഡ് ലോക വനദിനം മാർച്ച് 21. തിരിഞ്ഞു പോലേ. വന്യജീവി ദിനം മാർച്ച് 3 വനദിനം മാർച്ച് 21. 2025 പ്രമേയം വനവും ഭക്ഷണവും. 2025 പ്രമേയം എന്താണ്? വനവും ഭക്ഷണവും. ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ഫോറസ്റ്റിൽ ഇപ്പോൾ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതിൽ ലോക വനദിനം 2025 പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ വനവും ഭക്ഷണവും. വനദിനം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22. നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചു പോകുന്നതാണ്. ലോക ജലദിനം മാർച്ച് 22. 2025 പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം, അതായത് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ എന്നുള്ളതാണ്. ഓക്കെ, 2025 പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം, ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ എന്നാണ്. രണ്ടും ഓർത്ത് വെക്കുക, വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. 2021 വനദിനം മാർച്ച് 21. വനദിനം മാർച്ച് 21. 25 പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ വനവും ഭക്ഷണവും, ഫുഡ് ആൻഡ് ഫോറസ്റ്റ്. ജലദിനം മാർച്ച് 22. 25 പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം അല്ലെങ്കിൽ ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ എന്നാണ് 25 പ്രമേയം.
ഇനി ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി, മുമ്പേ നമ്മൾ നിയമ സെക്രട്ടറി ഒക്കെ പഠിച്ചു വനിതയാണ്. അതുകൊണ്ട് ഇവിടെ അടുത്തത് ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേത്ത് ആണ്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അജയ് സേത്ത് എന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ 21ാമത്തെ ധനകാര്യ സെക്രട്ടറി. സാമ്പത്തിക കാര്യ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ധനകാര്യ സെക്രട്ടറി എന്നാണേ. ഓക്കെ, അതിന് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത് ഇന്ത്യയുടെ 21ാമത്തെ ധനകാര്യ സെക്രട്ടറിയാണ്. നിലവിലെ ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെ. നിലവിലെ ധനകാര്യ സെക്രട്ടറി ആരായിരുന്നു? തുഹിൻ കാന്ത പാണ്ഡെ. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മേധാവിയായതിനെ തുടർന്നാണ് അജയ് സേത്തിന്റെ നിയമനം. അങ്ങനെ നമുക്ക് 2 കറണ്ട് അഫയേഴ്സ് ആയി അല്ലേ? അതായത് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്, നിലവിലുള്ള വ്യക്തി നേരത്തെയുള്ള വ്യക്തി ആരായിരുന്നു ചോദിച്ചാൽ തുഹിൻ കാന്ത പാണ്ഡെ. അദ്ദേഹം ഇപ്പൊ എന്തിന്റെയാണ്? സെബിയുടെ. നിങ്ങൾക്ക് വേണ്ടതാണ്, നിങ്ങൾ പഠിക്കാനുള്ളതാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുടെ മേധാവി അതെന്ന് ചോദിച്ചാൽ അജയ് സേത്ത്. ഇതൊക്കെ റിലേറ്റഡ് പോയിന്റ് ആണ്. സെബിയുടെ മേധാവിയായ അജയ് സേത്ത് ആയിരുന്നു നേരത്തെ നമ്മുടെ ധനകാര്യ സെക്രട്ടറി. ഇപ്പോഴത്തെ ധനകാര്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അജയ് സേത്ത് ആണ്. ഓക്കെ, നിലവിലെ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്ത്. ഓക്കെ, ഇനി കബഡി ലോകകപ്പ്. മുമ്പേ നമ്മൾ അതിന്റെ വേദി പറഞ്ഞായിരുന്നു. ഏതാണ്? മത്സരങ്ങളുടെ വേദി ഇംഗ്ലണ്ട് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അന്നേരം ആ ലോകകപ്പിന്റെ കേസുകളാണ്. അടുത്ത നോക്കിയേ, വീണ്ടും ഇന്ത്യ വന്നേക്കുന്നു. എത്ര എണ്ണത്തിൽ ഇന്ത്യക്ക് സമ്മാനം കിട്ടി നോക്കിയേ മാർച്ചിൽ നടന്ന സ്പോർട്സ് ഐറ്റംസിൽ. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. വനിതാ വിഭാഗം ജേതാക്കൾ ആരാണ്? ഇന്ത്യ അല്ലേ? ഏഷ്യൻ കബഡി ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും കബഡി ലോകകപ്പ് വേദി പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യയാണ്. വനിതാ വിഭാഗം ജേതാക്കളും ഇന്ത്യയാണ്. ഇവിടെ 2 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയിരിക്കുന്നത്. മത്സരങ്ങൾക്ക് വേദിയായത് ഇംഗ്ലണ്ട്. പഠിക്കാൻ എളുപ്പമുണ്ട്. 2025 വേൾഡ് കപ്പ് കബഡി വേദി എവിടാണ്? ഇംഗ്ലണ്ട്. പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും ഇന്ത്യയാണ് വിജയി. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും വേൾഡ് കപ്പ് കബഡി ടൂർണമെന്റിൽ ഇന്ത്യ വിജയായിരിക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് വ്യത്യാസമായ ഒന്ന് 3ാം സ്ഥാനം ഹോങ്കോങ്. കാരണം ഇത്രേ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇനി അവർ 3ാം സ്ഥാനം ചോദിക്കുന്നെങ്കിലോ 3ാം സ്ഥാനം ആർക്കാണ്? ഹോങ്കോങ്. ഒന്ന് നോക്കിയേ, 2025 കബഡി വേൾഡ് കപ്പ് വേദി ഇംഗ്ലണ്ട്. പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും ഇന്ത്യയാണ് ജേതാക്കൾ. പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും തോൽപ്പിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്. 3ാം സ്ഥാനം ആർക്കാണ്? ഹോങ്കോങ്ങിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, 2025 ലോക കാലാവസ്ഥാ ദിന പ്രമേയം. കാലാവസ്ഥാ ദിനം മാർച്ച് 23. മുമ്പേ നമ്മള് വനദിനം കണ്ടു, ജലദിനം കണ്ടു. അടുത്തത് കാലാവസ്ഥാ ദിനം മാർച്ച് 23 അതിന്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. തീർച്ചയായും ഈ പ്രമേയങ്ങളെല്ലാം പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. 2025 ലോക കാലാവസ്ഥാ ദിന പ്രമേയം ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. ഒന്നുകൂടെ, ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്ന പ്രമേയം ലോക കാലാവസ്ഥാ ദിന പ്രമേയമാണ്. 2025 ലോക ക്ഷയരോഗ ദിന പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ക്ഷയരോഗ ദിനം മാർച്ച് 24. യെസ് വി ക്യാൻ എൻഡ് ടി വി. കുറെ നാളുകൊണ്ട് ക്ഷയരോഗ ദിനത്തിന്റെ ആദ്യ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് ടി വി എന്ന് തന്നെയാണ്. പക്ഷെ അതിന് ഇപ്പുറത്തോട്ടുള്ളതാണ് വ്യത്യാസമുള്ളത്. കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. എന്താണ്? കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ്. അന്നേരം യെസ് വി ക്യാൻ എൻഡ് ടി വി, കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ് 2025 ലോക ക്ഷയരോഗ ദിന പ്രമേയം. അന്നേരം വനദിനം, ജലദിനം, കാലാവസ്ഥ ദിനം, ക്ഷയരോഗ ദിനം, ഇതിന്റെ എല്ലാം പ്രമേയം നമ്മൾ കണ്ടു. വൃക്കദിനം പ്രമേയം കണ്ടു, വന്യജീവി ദിന പ്രമേയം കണ്ടു. അന്നേരം മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ട് പ്രമേയം തന്നിട്ടുള്ളൂ. നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഏകദേശം നമ്മുടെ മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ഇവിടെ തീർന്നു എന്നുള്ളതാണ്. അന്നേരം പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ഇതിൽ ഒരെണ്ണവും ഒഴിവാക്കാതെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത മാസത്തെ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഈ കറണ്ട് അഫയേഴ്സുകൾ ചെക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോവുക. തീർച്ചയായും ഇതിലൊരെണ്ണം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.